ഇപ്പോഴും ഇവിടെ തുടർച്ചയായ രക്ഷാദൗത്യം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. റോപ്പുകൾ ഉപയോഗിച്ച് ഈ വൈകിയ വേളയിലും ഇപ്പോൾ ആളുകളെ ഇവിടെ നിന്ന് കടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയാണ് കൂടുതലായും ആളുകളെ കൂട്ടമായി തന്നെ ഇത്തരത്തിൽ മറുകരയിലേക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് പിന്നീട് ക്യാമ്പുകളിലേക്ക് മാറാനായിട്ട് പോലീസ് ബസ്സുകളടക്കമുള്ള വിവിധ തരത്തിലുള്ള വലിയ വാഹനങ്ങൾ സർവ്വസജ്ജമായി തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടവും ഇവിടെ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അധികൃതരൊക്കെ തന്നെ നൽകുന്നുണ്ട്. മന്ത്രിമാരടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപന ചുമതലകൾ ഏറ്റെടുക്കുന്നത്. നാളത്തെ ദിവസത്തോടുകൂടി കൂടിയാണ് എത്രത്തോളമാണ് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിജയം എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു ശതമാനം പറയാൻ കഴിയുള്ളൂ. കാരണം എത്രത്തോളം ഇപ്പോൾ പറയുന്ന മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിവരമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോഴൊക്കെ തന്നെ ഇനി അവിടെ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കണമെങ്കിൽ ഇനി നേരം പുലരണം. എന്തായാലും ഇപ്പോൾ ഇവിടെ തേയിലത്തോട്ടങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന ഈ പ്രദേശങ്ങളിലേക്ക് അടുത്തായി എത്തുന്ന ആളുകളെയൊക്കെ തന്നെ പുഴയ്ക്കരികിലേക്ക് എത്തുന്ന ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. വലിയൊരു NDRF, SDRF അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇവിടെ ഒരു രക്ഷാദൗത്യം കൃത്യമായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ കണ്ടിരുന്ന കാഴ്ചകൾ പോലെയല്ല. ഇപ്പോൾ റോപ്പ് വേ കാര്യമായി ഉപയോഗിക്കുന്നത് മൃതദേഹങ്ങൾ എത്തിക്കാനാണ്. പക്ഷേ ആ കാഴ്ചകൾ നമ്മൾക്ക് വലിയ ആശങ്ക നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ വലിയ ഒരു തോതുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികൃതരുമായി സംസാരിച്ച സമയത്ത് ഇവിടെ ഒരു കാലത്ത് നമ്മുടെ നെഞ്ചിനെ ആകെ വലിയ തോതിൽ നൊമ്പരപ്പെടുത്തിയ സംഭവമായിരുന്നു പുത്തുമലയിലെ ഇത്തരത്തിലുണ്ടായ ഒരു മലയിടിച്ചിലും അതിനെ തുടർന്നുണ്ടായ ഇത്തരത്തിലുള്ളൊരു വലിയൊരു അപകടത്തേക്കാൾ 10 മടങ്ങ് വലിയ തോതിലുള്ള പ്രഹരശേഷിയുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകളും അവർക്ക് കിട്ടുന്ന വിവരങ്ങളും ഒക്കെ തന്നെ. ഇനിയും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത അവിടെയുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ അവർ ചില ഏരിയകളിലേക്ക് ഇത്തരത്തിൽ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് തന്നെ ജനങ്ങൾ മാറി നിൽക്കാനുള്ള ഒരു രീതി പൊതുവെ സ്വീകരിച്ചിരുന്നു. അത് ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളും അതുപോലെ തന്നെ ഒരു റിസോർട്ടും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു. അവയിൽ പലയിടങ്ങളിലും പിന്നീട് രണ്ടാമത്തെ തവണ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് രൂക്ഷമായ തരത്തിൽ തന്നെ ഒരു ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടാവുന്ന ഒരവസ്ഥ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടാവുന്ന സമയത്ത് ഉണ്ടായി എന്നുള്ള ഒരു ഭീതിജനകമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ആളുകൾ ജാഗ്രത പുലർത്തുക. ഇപ്പോഴും ഇതിനിടെ തന്നെ നമ്മളോട് ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത്തരം വ്യാജ പ്രചരണങ്ങളിൽ ദയവ് ചെയ്ത ആളുകളൊന്നും വീഴരുത്. വയനാടിനെ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള സഹായവും അവർ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. എവിടുന്ന് എല്ലായിടങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ ഇവിടുത്തെ ജനതയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറഞ്ഞു വെക്കാനുള്ളത് അതുതന്നെയാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ വീണു പോകരുത്. വയനാടിന് നിങ്ങളുടെ സഹായഹസ്തം ഈ സാഹചര്യത്തിൽ ഏറെ ആവശ്യമാണ്. മാധു, വനിതാ ശിശുക്ഷേമ വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും ഉദ്യമത്തിൽ പങ്കാളികളാകുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും സാനിറ്ററി നാപ്കിനും ആവശ്യമായ മറ്റ് വസ്ത്രങ്ങളും വനിതാ വികസന കോർപ്പറേഷൻ വയനാട്ടിൽ എത്തിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. 4 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവിടെ ഏകോപന ചുമതല രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപന ചുമതലയുണ്ട്. പ്രതിപക്ഷ നേതാവ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ MLA മാർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാടിന് ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്.